എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെയിന്റുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോട്ടിലെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുന്ന അത്യാവശ്യം കട്ടിയുള്ള പേപ്പറിൻ്റെ കവറാണ്. അതുപോലെ തന്നെ മറ്റൊരു ഷെയ്ഡിലുള്ള കവറും എടുത്തിട്ടുണ്ട്. ഈ കവറിൽ നിന്ന് ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് കൈകൊണ്ട് കീറിയെടുക്കുകയാണ് ആദ്യം. ഈ കീറിയെടുക്കുമ്പോഴത്തേക്ക് ലെവലിലൊന്നും കീറാതെ ഇറഗുലർ ഷേപ്പിൽ കീറിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല വലിപ്പത്തിലും ഷേപ്പിലുമായിട്ട് ഇത് കുറേ എണ്ണം കീറിയെടുക്കണം. പെയിൻറ്റുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്നുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് ഞാനിപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കുറേ എണ്ണം കീറിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പേപ്പറിൻ്റെ കീറിയ അരികുകളൊക്കെ ചെറുതായിട്ട് കത്തിച്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കണം. ഈ പേപ്പറിൻ്റെ അരികിൽ നിന്ന് അങ്ങോട്ട് തീ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് വിരലുകൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, തീ അണഞ്ഞോളും. കുട്ടികളാരെങ്കിലും ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി മുതിർന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾ തീ കളിക്ക് നിൽക്കരുത് കേട്ടോ. ഇതിങ്ങനെ കുറേ തവണ പേപ്പറിൽ തീ അണയ്ക്കാനായിട്ട് നമ്മൾ വിരൽ കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ കുറേ പേപ്പർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ രണ്ട് വിരലുകൾ കണ്ടോ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫെവിക്കോളും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഈ പേപ്പറുകൾ ഓരോന്നും ഈ ഗ്ലൂവിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കി വേണം ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതിന്. അങ്ങനെ ആദ്യം ഞാൻ ഈ ബോട്ടിലേക്ക് ഒരല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. നമുക്കിനി ഈ പേപ്പറുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നിന് മുകളിൽ ഓരോന്ന് കയറി നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ഒട്ടിക്കാൻ. ഇടയ്ക്ക് കുപ്പി കാണുന്ന രീതിയിൽ യാതൊരുവിധ ഗ്യാപ്പുകളും ഇടരുത്. ഈ രണ്ട് ഷെയ്ഡിലുള്ള പേപ്പർ പീസുകളും ഇടകലർത്തി തന്നെ വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഈ നെക്ക് ഭാഗത്തൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഇത് മടക്കി ഒട്ടിക്കുമ്പോൾ ചെറിയായിട്ട് ചുളികൾ വരും. അത് കാര്യമാക്കാനില്ല, അത് നന്നായിട്ട് പ്രസ് ചെയ്തങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഈ കുപ്പി ഈ പുറത്തോട്ട് കാണാത്ത രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് തന്നെ ഇത് ഒട്ടിക്കണം. അഥവാ പിന്നീട് എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിച്ച് റെഡിയാക്കിയിരിക്കണം. ഈ കുപ്പിയുടെ ഏറ്റവും മുകളിലത്തെ ഒട്ടിക്കുന്ന സമയത്ത് പേപ്പർ കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ച് തന്നെ ഒട്ടിക്കണം. ആ പേപ്പർ അകത്തേക്ക് മടക്കി അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ കുപ്പിയുടെ താഴ്ഭാഗം ഒട്ടിക്കുമ്പോഴേ അതേ കണക്ക് തന്നെ അരികിൽ നിന്ന് അകത്തേക്ക് മടക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചേക്കണം. ഇതിപ്പോൾ എല്ലായിടും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഞാനൊരു പേപ്പർ പീസ് അർദ്ധവൃത്താകൃതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതൊരു കോൺ ആകൃതിയിൽ അങ്ങ് ഒട്ടിച്ചെടുക്കുന്നു. ഇതുപോലെ രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ അരികൾ ഞാൻ ചെറുതായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബോട്ടിലൊട്ടിച്ച പേപ്പറെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പേപ്പറിൻ്റെ കളർ ഫെയ്ഡ് ആകാതെ ഇതേ കണക്ക് തന്നെ നിൽക്കൂ. ഈ ബോട്ടിൽ നല്ലൊരു ഷൈനിങ് ലഭിക്കും. ഇതിൻ്റെ പുറമൊക്കെ നല്ലൊരു ഗ്ലോസി ഫിനിഷിൽ കിട്ടുകയും ചെയ്യും. ഇനി വാർണിഷ് കയ്യിലില്ലാത്തവർ ഇതിനകത്ത് നന്നായിട്ട് ഒരു കോട്ട് ഫെവിക്കോൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണമെന്ന് മാത്രമേ. ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ വാർണിഷിൻ്റെ അത്ര ഒരു ഫിനിഷിങ് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ഈ പേപ്പർ കോണിൽ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ വാർണിഷെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കട്ടിയുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബോട്ടിൻ്റെ നെക്കിൽ ചുറ്റി കൊടുക്കണം. ഈ ജൂട്ടിൻ്റെ ത്രെഡ് കിട്ടണമെന്ന് നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് കിട്ടാത്തതിനാൽ തൽക്കാലം ഇത് കിട്ടാമെന്ന് ചോദിച്ചു. ഈ ത്രെഡിൻ്റെ രണ്ടറ്റവും താഴേക്ക് നീണ്ടു കിടക്കുന്ന രീതിയിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിട്ടുന്നത്.
ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ അങ്ങ് കെട്ടാം. ഈ ത്രെഡിൻ്റെ രണ്ടറ്റത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പേപ്പർ കോൺ അറ്റാച്ച് ചെയ്യണം. ഇതിനായി ഞാൻ ഈ പേപ്പർ കോണിൻ്റെ ടിപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇളഞ്ഞൊരു ഹോളാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കൂടി നമ്മുടെ ആ ത്രെഡ് അകത്തേക്ക് വലിച്ചെടുത്ത് ഒരു കെട്ടും കൂടെ കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഞാനിതിനു മുമ്പ് കോഫി പൗഡർ ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു. ഏകദേശം അതിൻ്റെ ഒരു ടെക്സ്ചറിനാണ് ഇപ്പോൾ ഇതിനും ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നമുക്ക് നല്ലൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ മുൻപുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റുകളും പ്രധാനമായും വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള പല വസ്തുക്കളെയും പുനരുപയോഗിച്ച് നമുക്ക് മനോഹരമായ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.